ഒരു മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണിത്. ഒരു സംഖ്യയും അതിൻ്റെ രണ്ടിരട്ടിയും രണ്ടും ചേർന്നാൽ 200 ആകും. സംഖ്യ ഏത്? അപ്പോൾ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഒരു സംഖ്യ അതിൻ്റെ രണ്ടിരട്ടി എന്ന് പറഞ്ഞാൽ 2 മടങ്ങ്, രണ്ട് കൊണ്ട് ഗുണിച്ചതിന് തുല്യമാണ്. ഇരട്ടി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ്. അപ്പോൾ സംഖ്യ എക്സ് ആയിട്ട് എടുക്കുന്ന എക്സ് പ്ലസ് 2x പ്ലസ് 2, അതാണല്ലോ, രണ്ടും കൂടെ ചേരുമ്പോഴാണ് 200. അപ്പോൾ ഒരേ ചരങ്ങൾ നമുക്ക് ഒരുമിച്ച് കൂട്ടാലോ. അപ്പോൾ എക്സും 2xും ചേർത്ത് നമുക്ക് 3x എന്ന് പറയാം. അപ്പോൾ 3x പ്ലസ് 2 സമം 200 എന്ന് മാറ്റി എഴുതിക്കൂടെ? അപ്പോൾ എക്സും 2xും 3x പ്ലസ് 2 സമം 200. യെസ്. ഇനി 3x അവിടെ എക്സിനെ തനിച്ച് നിർത്തിക്കൊണ്ട് പ്ലസ് 2 സമചിഹ്നത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. സമചിഹ്നം ഒരു മാന്ത്രിക പാലമാണ്. അപ്പോൾ ആ പാലം കടന്നു വരുന്നവർ പ്ലസ് ആണെങ്കിൽ മൈനസ് ആവും, ഗുണിക്കണം എന്നാണെങ്കിൽ ഹരിക്കണം എന്നാവും. അതാണ് അതിൻ്റെ ഒരു രീതി. എങ്കിൽ നമുക്കൊന്ന് നോക്കാം. 3x സമം 200 മൈനസ് പ്ലസ് 2 -2 ആയി -2. അപ്പോൾ 3x സമം 200 മൈനസ് 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 198ആണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതാ, 3നെ ഇപ്പുറത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഗുണിക്കണം 3 ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് ഹരിക്കണം 3 എന്നായി മാറും. അപ്പോൾ 198 ഹരിക്കണം 3 നമുക്ക് നോക്കിയാൽ 66 കിട്ടുക. അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഒരു സംഖ്യ 66 എന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ 2 മടങ്ങ്, 2 ഇരട്ടിയല്ലേ പറഞ്ഞേ, അത് 132 അപ്പോൾ അതും കൂടെ കൂട്ടുന്നു. പിന്നെയോ 2ഉം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ് കിട്ടുമെന്ന് നോക്ക്. അത് 200 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉത്തരം എക്സ്, അതായത് ഒരു സംഖ്യ എന്ന് പറഞ്ഞത് 66ആണ്.